പ്രിയരെ, അർജുൻ ബ്ലൂമിംഗ് തോട്ട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കോട്ടിൽ നിന്നാണ്. ഖലീൽ ജിബ്രാന്റെ മനോഹരമായ ഒരു കോട്ട്. അതിങ്ങനെയാണ്: ലൈഫ് വിത്തൗട്ട് ലവ് ഈസ് ലൈക്ക് ട്രീ വിത്തൗട്ട് ബ്ലൂംസ്. സ്നേഹമില്ലാത്ത ജീവിതം പുഷ്പിക്കാത്ത മരം പോലെയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കും. പല അവസരങ്ങളിലും സ്നേഹത്തിന്റെ വില നഷ്ടപ്പെട്ടു പോവുകയും സ്നേഹത്തെ പറ്റി നമ്മൾ ആകുലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കി ഇതിൻ്റെ തുടർച്ചയായി ഒരു കഥയും കൂടെ നമുക്ക് കേൾക്കാം. അതിങ്ങനെയാണ്: ഒരു വീട്ടിൽ ഭാര്യ തന്നെ ആയിരിക്കുമ്പോൾ വീട്ടിൽ 3 വിരുന്നുകാർ എത്തി. ഭാര്യ അവരെ ബെല്ലടിച്ചത് കേട്ട് വാതിൽ തുറന്നു. അപ്പോൾ അവർ ഭാര്യയോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് എത്തിയോ? ഭാര്യ ഭർത്താവ് എത്തിയിട്ടില്ല എന്നറിയും. എന്നാൽ ഞങ്ങൾ ഭർത്താവ് എത്തിയിട്ട് വീട്ടിലോട്ട് കയറാം എന്ന് അവർ 3 പേരും അറിയിച്ചു. അങ്ങനെ ഭർത്താവ് വന്നു. അപ്പം വന്ന ആളുകളുടെ പേര്, ഒരാളുടെ പേര് സ്നേഹമെന്നും അടുത്തയാള് സമ്പത്തും മൂന്നാമൻ വിജയവുമായിരുന്നു. അങ്ങനെ ഭർത്താവ് വന്നു. അപ്പം ഭാര്യ അവരെ അകത്തേക്ക് വിളിക്കാൻ വേണ്ടി ചെന്നപ്പോൾ വിരുന്നുകാർ പറഞ്ഞു, ഞങ്ങളിൽ ഒരാളെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ആരെയാണ് നിങ്ങൾ അകത്തേക്ക് വിളിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യയും ഭർത്താവും ആലോചിക്കാൻ തുടങ്ങി. അപ്പം ഭർത്താവ് പറഞ്ഞു, നമുക്ക് ആദ്യം സമ്പത്തിനെ വിളിക്കാം, അപ്പം നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറുമല്ലോ. അപ്പം ഭാര്യ പറഞ്ഞു, നമുക്ക് വിജയത്തെ വിളിക്കാം, അപ്പം നമുക്ക് പരാജയങ്ങൾ ഉണ്ടാകില്ല. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കുട്ടി, വളരെ നിഷ്കളങ്കനായ കുട്ടി പറഞ്ഞു, നമുക്ക് സ്നേഹത്തെ വിളിക്കാം. സ്നേഹം വരുമ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായി കൂടെ വരും. അങ്ങനെ ഭാര്യ വീണ്ടും വിരുന്നുകാരുടെ അടുത്തെത്തി. ഭാര്യ സ്നേഹത്തെ അകത്തേക്ക് വിളിച്ചു. സ്നേഹത്തെ അകത്തേക്ക് വിളിച്ചപ്പോൾ തന്നെ സമ്പത്തും വിജയവും സ്നേഹത്തിൻ്റെ ഒപ്പം വീടിൻ്റെ അകത്തേക്ക് കയറി. അകത്തെത്തിയ 3 പേരെയും കണ്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന ഭാര്യയോടും ഭർത്താവിനോടുമായി സ്നേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ ബുദ്ധിപൂർവമായി ഉള്ളിലോട്ട് വിളിച്ചു, അതുകൊണ്ട് തന്നെ എൻ്റെ ഒപ്പം സമ്പത്തും വിജയവും എത്തി. ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പ്രചോദനം എന്ന് പറയുന്നത്, നമ്മൾ സ്നേഹത്തെ പ്രാധാന്യത്തോടെ, സ്നേഹത്തെ ആർദ്രതയോടെ സമീപിക്കുമ്പോൾ സമ്പത്തും വിജയവും നമ്മോടൊപ്പം എത്തിച്ചേരും എന്നുള്ളതാണ്. നമ്മൾ ഒരാളെ സ്നേഹിക്കുകയും നമ്മുടെ സമ്പത്ത് സ്നേഹത്തോടെ പങ്കുവെക്കുകയും സ്നേഹമാകുന്ന സമ്പത്ത് നമ്മളിലേക്ക് സാംശീകരിക്കുകയും ചെയ്യുമ്പോൾ വിജയവും എല്ലാം നമുക്ക് കയ്യെത്തിപ്പിടിക്കാനാവും. എല്ലാവർക്കും നല്ല സ്നേഹത്തോടെ, നന്മയോടെ, സ്നേഹിക്കുന്ന മനസ്സോടുകൂടി എല്ലാവരെയും സമീപിക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും നല്ല ദിനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.